ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സുപ്രധാന നിയമങ്ങളാണ്. നമുക്കറിയാം അതിൽ നിന്ന് മാർക്ക് വളരെ എപ്പോഴും എന്താണ് റാങ്ക് മേക്കിംഗ് ആയിരിക്കും അതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും ടെസ്റ്റിംഗ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2024 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും 2025 ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 44/2025 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയുടേതാണ്. ബീറ്റ് ഫോറസ്റ്റിന്റെ ഒരു എക്സാം ഓൺലൈൻ ആയിട്ട് ഏപ്രിൽ ലാസ്റ്റ് വീക്ക് നടന്നിരുന്നു. 44/2025. ഓക്കെ, അതിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ. അങ്ങനെ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ബാക്കിയെല്ലാം 2024 വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു തോന്നുന്നു. കാര്യം അപ്പോൾ തന്നെ നമുക്ക് പ്രൊഫഷണൽ കീയും അതായിട്ടാണ് വന്നിരുന്നത്. നോക്കാം നമുക്ക്. 1996 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അപ്പൊ 96 വനിതാ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. എന്നാണ്? 1996 മാർച്ച് 14 1996 മാർച്ച് 14 നമ്മുടെ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്താണ്. അപ്പൊ ഇത് ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ്. അധ്യക്ഷ അംഗങ്ങൾ എന്നിവ എന്തായിരിക്കണം? സ്ത്രീകളായിരിക്കണം. ഓക്കെ, അതും എന്താണ്? ശരിയാണ്. M കമലമായിരുന്നു ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ. നമ്മൾ പഠിക്കുന്ന ഏതൊരാളും പഠിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് സുഗതകുമാരിയാണെന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്കറിയാം 3 തെറ്റാണെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ എന്താണ് 3 കട്ട് ചെയ്യാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താ പത്രികയാണ് എന്ത്? സ്ത്രീ ശക്തി. അപ്പൊ നമ്മൾ പഠിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ് ഇവിടെ? 1996 മാർച്ച് 14 കേരള വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. AK ആന്റണി മന്ത്രിസഭയുടെ കാലഘട്ടത്താണ്. ആദ്യത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് സുഗതകുമാരിയാണ്. രണ്ടാമത്തെ വ്യക്തി ആരാണ്? D ശ്രീദേവിയാണ്. D ശ്രീദേവി 2 തവണ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായി വന്നിട്ടുണ്ട്. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നതാണ് ഈ പറയുന്ന M കമലം. എന്താണ്? മൂന്നാമത്തെ വ്യക്തിയാണ്. ഇനി നിലവിൽ ആരാണ് വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്ന് ചോദിച്ചാൽ നിലവിൽ P സതീദേവിയാണ് നിലവിലെ അധ്യക്ഷ എന്ന് പറയുന്നത്. ഇതിൽ എന്താണ്? ചെയർമാനെ കൂടാതെ 4 പേരാണ്. അതായത് 1+4 എന്നുള്ളതാണ് ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും കൂടി ഉണ്ടാകും. അതായത് അംഗങ്ങൾ ചോദിച്ചാൽ എപ്പോഴും എത്രയാണ് പറയേണ്ടത്? 5 ആണ്. കൂടാതെ ആരുണ്ടാകും? ഒരു മെമ്പർ സെക്രട്ടറി. പിന്നെ അതേപോലെ തന്നെ ഇതിനെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത് ഇവയെല്ലാം എന്താണ്? സംസ്ഥാന സർക്കാരാണ്. മെമ്പർ സെക്രട്ടറിനല്ല, ബാക്കിയുള്ള അംഗങ്ങൾ കേട്ടോ. ആരാണ് നിയമിക്കുന്നത്, നീക്കം ചെയ്യലെല്ലാം? സംസ്ഥാന സർക്കാരാണ്. കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ് കാലാവധി. അതേപോലെ തന്നെ ഇവര് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. എങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ ആർക്കായിരിക്കണം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? അത് കേന്ദ്ര സർക്കാരിനാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? തിരുവനന്തപുരം ജില്ലയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ 1996 മാർച്ച് 14 നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ 1995 ഡിസംബർ 1 ഇത് നിയമം നിലവിൽ വരുന്നത്, ഇതിനൊരു നിയമമായിട്ട്. അതേപോലെ തന്നെ ഇത് എഴുതി തയ്യാറാക്കിയത്, ഇതിനു വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ എഴുതി തയ്യാറാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന നമ്മുടെ KR ഗൗരിയമ്മയാണ്. ഇവരുടെയൊക്കെ KR ഗൗരിയമ്മ. അതിന് നിയമ ഉപദേശം നൽകിയത് 2 പേരുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയുള്ള ആളാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ എന്ന് പറയുന്നത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, അതേപോലെ തന്നെ സുബ്രഹ്മണ്യം പോറ്റി എന്നീ 2 വ്യക്തികളാണ് ഇതിന് എന്ത് ചെയ്യുന്നത്? നമുക്ക് KR ഗൗരിയമ്മയ്ക്ക് നിയമ ഉപദേശം നൽകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ വനിതകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി ആരംഭിച്ച ഒരു സമിതിയുണ്ട്. അതിന്റെ പേരാണ് എന്ത്? ജാഗ്രതാ സമിതി. എന്താണ്? ജാഗ്രതാ സമിതി. അപ്പോൾ കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? 96 മാർച്ച് 14 നിലവിൽ വന്നു. 95 ഡിസംബർ 1 നിയമം നിലവിൽ വന്നത്. അതേപോലെ തന്നെ എഴുതി തയ്യാറാക്കിയത് ഗൗരിയമ്മയും അതിന് നിയമ ഉപദേശം നൽകിയത് ജസ്റ്റിസ് VR കൃഷ്ണയ്യറും സുബ്രഹ്മണ്യം പോറ്റിയുമാണ്. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ്. രണ്ടാമത് D ശ്രീദേവിയാണ്. മൂന്നാമത് കമലമാണ്. നിലവിൽ ആരാണ്? P സതീദേവിയാണ്. ശ്രീദേവി 2 തവണയായിട്ടുണ്ട്. അതേപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്.
റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. അംഗങ്ങൾ എന്ന് പറയുന്നത് 1+4 ആണ്. അതായത് ചെയർപേഴ്സൺ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളും പിന്നെ എന്തുണ്ട്, ഒരു മെമ്പർ സെക്രട്ടറിയും കൂടി ഉണ്ടാവും. അത് IAS പദവിയിൽ ഇരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും മെമ്പർ സെക്രട്ടറി, IAS IPS കാരായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്, സംസ്ഥാന സർക്കാരിനാണ്. ജാഗ്രതാ സമിതി എന്താണ്, വനിതകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആരംഭിച്ചൊരു സമിതിയാണ്. ജാഗ്രതാ സമിതി 5 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും എന്താണ്, ശരിയാണ് വേണ്ടത്, ശരിയായത്. അപ്പൊ നമുക്ക് നോക്കാം. 93 ഡിസംബർ 11 എന്ത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, നിലവിൽ വന്നത്. 93 അല്ല, അത് ഏതാണ്, 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഒന്ന് തെറ്റാണ്, നമുക്ക് വേണ്ടത് എന്താണ്, ശരിയാണ്. സോ ഒന്നുള്ളതൊക്കെ അങ്ങ് വെട്ടിക്കോ. ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി 2, 3 ശരിയായിട്ട് വരേണ്ടത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 പേര് എന്താണ്, 1+2 ഇതാണ് അംഗങ്ങൾ എന്ന് പറയുന്നത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് MM പരീത് പിള്ളയാണ്. പരീത് പിള്ള. ആരാണ് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? അത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ഇവരും അതേപോലെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി പറയുന്നത്. നിയമിക്കുന്നത് അതേപോലെ രാജി, ഇതെല്ലാം ആർക്കാണ്? ഇതെല്ലാം ഗവർണറാണ് ചെയ്യുന്നത്. ഗവർണർക്കാണ് രാജി സമർപ്പിക്കുന്നത്. നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. പക്ഷേ ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അത് നമ്മുടെ രാഷ്ട്രപതിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആർക്കായിരുന്നു? വനിതാ കമ്മീഷൻ ആകുമ്പോൾ എല്ലാവരും നിയമിക്കാനും നീക്കം ചെയ്യാനും എല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണ്, നിയമനവും രാജിയും ആരാണ്? ഗവർണറും. നീക്കം ചെയ്യാനുള്ള അധികാരം, അവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് ആർക്കാണ്? രാഷ്ട്രപതിക്ക് മാത്രമേ നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഓക്കെ, നിലവിൽ ആരാണ്? അലക്സാണ്ടർ തോമസ്. ആദ്യത്തേത് MM പരീത് പിള്ളയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. ഇവിടെയും നമുക്ക് എന്താണ് വേണ്ടത്? ശരിയാണ് വേണ്ടത്. അഴിമതി നിയന്ത്രിക്കുന്നതിനാണ്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. എല്ലാം ശരിയാണ് അല്ലെ? വിവരാവകാശം, ആരെങ്കിലും അവകാശം ഉന്നയിച്ചൊരു കാര്യം ചോദിച്ചു വരും എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, അവർ കൂടുതലും എന്ത് ചെയ്യില്ല, അഴിമതി ചെയ്യില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് തടസ്സമുണ്ടായാൽ ആൾക്കാർ ചോദിച്ചു വരും എന്ന് പേടിയുള്ളത് കൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും, അതിന് ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ അക്ഷയ സെന്ററിലൊക്കെ നമ്മൾ ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇത്ര ദിവസം എന്നുണ്ട് ഓരോ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനും. അതേപോലെ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? കുട്ടി എന്ന് പറയുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടി. നമ്മൾ ബാലവേല പ്രകാരം നമ്മൾ പറയും 14 വയസ്സെന്ന് പറയും. പക്ഷെ ഇവിടെ എന്താണ്, പോക്സോ നിയമപ്രകാരം 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ അവിടെ എന്താണത്, കുട്ടി എന്നാണ് പറയുന്നത്. ഈ പോക്സോ നിയമം, കുറച്ച് നിയമങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മെയിൻ ആയിട്ട് CPOക്ക് ഒക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കയറി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിരിക്കാം. ഒന്ന് കയറി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മെയിൻ ആയിട്ട് CPO ഉള്ളവർക്ക് ഉപകാരപ്പെടുന്നത്. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്? ഒരു തവണയാണ്, ഒരു തവണ. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് കാലാവധി എന്ന് പറയുന്നത്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻസൽ ചെയ്തതാണ്. കാര്യം ഇതിനെ നമ്മുടെ കേന്ദ്ര സർക്കാരാണ് ഈ കാലാവധി തീരുമാനിക്കുന്നത്. അപ്പൊ ഇതെന്താണ്, ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. അതായത് നമുക്കറിയാം വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്രത്തിലുമുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, സംസ്ഥാനത്തിലുമുണ്ട് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി കേന്ദ്രത്തില് ഇത് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അത് എത്രയാണ്, 2005 ഡിസംബർ 19 കേരളത്തിൽ എന്ത് വരുന്നത്, വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് CIC ഭവൻ
അതായത് ന്യൂഡൽഹിയിലാണ് CAC ഭവൻ. സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ആദ്യത്തെ വിവരാവകാശ കമ്മീഷനിലെ ആദ്യത്തെ അധ്യക്ഷനായിട്ട് ആരാണ്? വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ളയാണ്. ഹബീബുള്ള. ഓക്കെ. സംസ്ഥാനത്തിലെ ആദ്യത്തെ വ്യക്തി ആരാണ്? അത് പാലാട്ട് മോഹൻദാസ് ആണ്. പാലാട്ട് മോഹൻദാസ്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ആദ്യത്തെ വനിത ചോദിക്കാറുണ്ട്. ആദ്യത്തെ വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീപക് സന്ധു ആണ്. ദീപക് സന്ധു ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ചോദിച്ചാൽ ദീപക് സന്ധു, രണ്ടാമത്തെ വനിത ചോദിച്ചാൽ സുഷമ സിംഗ് ആണ്. ഓക്കെ. ഇനി നിലവിൽ ആരാണ്? നിലവിൽ, അതാണ് ഇനി ഇമ്പോർട്ടന്റ്. നിലവിലെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ആര്? ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയയാണ് നിലവിലെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. ആരാണ്? സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നിലവിൽ ആരാണ്? നിലവിൽ വി ഹരിനായർ ആണ്. കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇവിടെ ഹീരാലാൽ, ഇവിടെ എന്താണ്? ഹരിലാൽ. ഹരിനായർ. ഹരിനായർ. ഹരി രണ്ടും ഒരു ഹരി വെച്ച് കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചു വെക്കുക. ഇനി ഇവരെ നിയമിക്കുന്നത് ആരാണ്? നിയമനം, അതേപോലെ നീക്കം ചെയ്യല്, രാജി, ഇതെല്ലാം ആരാണ്? പ്രസിഡന്റ് ആണ് ചെയ്യുന്നത്. പ്രസിഡന്റ്. അത് സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ആരാണ് ചെയ്യുന്നത്? ഈ പ്രോസസ് എല്ലാം ചെയ്യുന്നത് ഗവർണറാണ്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസറും ചീഫ് ഇൻഫർമേഷൻ ഓഫീസറും 10 കൂടാത്ത അംഗങ്ങൾ വേണം. 10 കൂടാത്ത അംഗങ്ങൾ ഉണ്ടാവണം. 10 കുറയാം, 10 കൂടാത്ത അംഗങ്ങളും ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. 1+10 എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഇവിടെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരെ നിയമിക്കുന്നത് നമ്മൾ പറഞ്ഞു പ്രസിഡന്റ് ആണെന്ന്. പക്ഷെ അതിനെ നിയമിക്കാനായിട്ട് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ ഉണ്ടാകുന്നത് ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. പിന്നത്തത് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ലോകസഭ പ്രതിപക്ഷ നേതാവ്. പിന്നെയുള്ള വ്യക്തി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാകും. പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ആരൊക്കെയാണ്? CM ഉണ്ടാകും. അതേപോലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. പിന്നെ ആരാണ് ഉണ്ടാകുന്നത്? CM നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാകും. ഇത്രയും പേര്, ഈ 3 പേര് ചേർന്നൊരു കമ്മിറ്റിയാണ് എന്താ? ആരെയാണ് വിവരാവകാശ കമ്മീഷന്റെ ചെയർമാനാക്കി ഇരുത്തണമെന്ന് പ്രസിഡന്റിനോട് ശുപാർശ ചെയ്യുന്നത് ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. ഇതൊരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം, അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് നിയമിക്കുന്നത്? ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 2005 ഒക്ടോബർ 12, 2005 ഡിസംബർ 19. ആസ്ഥാനം CAC ഭവൻ, തിരുവനന്തപുരം. ആദ്യത്തെ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. സംസ്ഥാനം വരുമ്പോൾ പാലാട്ട് മോഹൻദാസ്. ആദ്യ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. നിലവിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് ഹീരാലാൽ സമരിയ. സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അത് ഹരിനായരും. നിയമനം, നീക്കം ചെയ്യൽ, രാജിയൊക്കെ പ്രസിഡന്റും. ഇപ്പുറത്താരാണ്? ഗവർണറാണ്. 1+10 ആണ്. അതായത് ഒരു ചെയർമാനും 10 കൂടാത്ത അംഗങ്ങളും. അതേപോലെ തന്നെ കമ്മിറ്റിയിൽ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി ശുപാർശ ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇപ്പുറത്ത് വരുമ്പോൾ ആരൊക്കെയാണ്? CM മുഖ്യമന്ത്രിയുണ്ട്, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്, CM നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുമുണ്ട്. ഓക്കെ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക് ആണ് ആദ്യത്തെ അധ്യക്ഷ എന്ന് പറയുന്നത്. നിലവിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ എന്ന് പറയുന്നത്? വിജയ കിഷോർ രഹത്കർ ആണ്. വിജയ കിഷോർ രഹത്കർ. ഓക്കെ. ഇനി എന്തൊക്കെയാണ്? 1992 ജനുവരിയിലാണ് എന്ത് വരുന്നത്? ദേശീയ വനിതാ കമ്മീഷൻ വരുന്നത്. 1+5 ആണ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് ചെയർപേഴ്സണും അതേപോലെ തന്നെ 5 അംഗങ്ങളും. നിർഭയ ഭവനാണ് ആസ്ഥാനം. നിർഭയ ഭവൻ. ഓക്കെ. അതേപോലെ തന്നെ അവരുടെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. നമ്മൾ സ്ത്രീശക്തി പറഞ്ഞു. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ എന്താണ് പ്രസിദ്ധീകരണമാണ് സ്ത്രീശക്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ പ്രസിദ്ധീകരണം എന്താണ്? ദേശീയ വനിതാ കമ്മീഷൻ ആണെങ്കിൽ അത് രാഷ്ട്രമഹിളയാണ്. അവരുടെ വെബ് പോർട്ടൽ ഉണ്ട്. വെബ് പോർട്ടലിന്റെ പേരാണ് എന്ത്? നാരിയാണ് വെബ് പോർട്ടലിന്റെ പേര്. ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? കേന്ദ്ര സർക്കാരിന്, അല്ലെ? കേന്ദ്ര സർക്കാരിനാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. സംസ്ഥാനം വരുമ്പോൾ സംസ്ഥാന സർക്കാരിനും, കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനുമാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. ശരി അല്ലാത്ത പ്രസ്താവന: പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കും. ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെ കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം.
ഓക്കെ, ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം നൽകണം. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് പറഞ്ഞത്. തെറ്റാണ്, ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇത് ശരിയാണ്. അപ്പൊ സോറി, ഇതാണ് നമ്മുടെ ശരിയല്ലാത്തതെന്നല്ലേ ചോദിച്ചിട്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളാണുള്ളത്? ചെയർപേഴ്സണെ കൂടാതെയാണ് ചോദിച്ചിരിക്കുന്നത്. 6 അംഗങ്ങളാണ്. അതായത് 1+6 എന്നുള്ളതാണ് അതിന്റെ റേഷ്യോ. മൊത്തം 7 പേരാണ്. അതിൽ 5 പേര് എന്തായിരിക്കണം? ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. മൊത്തം 7 അംഗങ്ങളായിരിക്കണം. അതിലൊന്ന് ചെയർപേഴ്സണും ബാക്കി 6 അംഗങ്ങളാണ് ഉണ്ടാവുക. അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇവർ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അത് നമ്മുടെ കേന്ദ്ര സർക്കാരിനാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. 93-ലാണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നിലവിൽ വരുന്നത്. 1993 മെയ് 17-നാണ് ഈ പറയുന്ന ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നിലവിൽ വരുന്നത്. അതിന്റെ ആരാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ? നിലവിൽ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നിലവിലെ ന്യൂനപക്ഷകാര്യ മന്ത്രി ആരാണ്? അതും ചോദിക്കാം കേട്ടോ. കിരൺ റിജ്ജു ആണ്. പാർലമെന്ററി കാര്യവും അതേപോലെ തന്നെ ന്യൂനപക്ഷകാര്യ മന്ത്രി എന്ന് പറയുന്നത് കിരൺ റിജ്ജു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർ താമസ സൗകര്യം നൽകേണ്ടതാണെന്ന്? കുറഞ്ഞത് എത്ര പേർക്കാണ്? 150 പേർക്ക് താമസ സൗകര്യം നൽകേണ്ടതായിട്ടുണ്ട്. പഠിച്ചു വെക്കണേ. അതേപോലെ തന്നെ ഇവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ നമ്മുടെ ഈ വാർദ്ധക്യ അവരെ സംരക്ഷിക്കുന്ന പ്രകാരം എത്ര വയസ്സിൽ താഴെയുള്ളവരെയാണ് മുതിർന്ന പൗരർ എന്ന് പറയുന്നതെന്ന് ചോദിക്കും. അത് 60 വയസ്സിൽ താഴെയുള്ളവരെയാണ് മുതിർന്ന പൗരൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ശരിയാണ്. അവർക്ക് ശുപാർശ ചെയ്യാനേ പറ്റുള്ളൂ, ശിക്ഷ വിധിക്കാനായിട്ട് അവർക്ക് പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യാം. ഓക്കെ, ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഈ 70 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 32/2025. അതായത് നമ്മുടെ BFAയുടെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാം ഈ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രൊഫഷണൽ കഴിഞ്ഞ ദിവസമാണ് വന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. പിന്നെ ഇനി ഒരു 5/2025 കൂടി ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. അതും കൂടി നമുക്ക് അപ്കമിങ് ആയിട്ട് വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 128/2024 ആണ്. 128/2024 ആണ്. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പൊ എന്തൊക്കെയാണ്? ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യാം. ആൻസർ വരേണ്ട ഏതാണ്? ഓൾ ഓഫ് ദി എബവ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഇത് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. വോയൂറിസം ആണ്. വോയൂറിസം കയറി വന്നാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? 50 ലക്ഷം രൂപ വരെയാണ് ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എന്ന് പറയുന്നത്. 50 to 2 കോടിയാണ് എന്ത്? സംസ്ഥാന കമ്മീഷൻ്റെത്. 2 കോടിക്ക് മുകളിലാണ് എന്ത്? 2 കോടിക്ക് മുകളിലാണെങ്കിൽ അത് ദേശീയ കമ്മീഷന്റെ ആണ്. ഇത് പുതുക്കിയതാണ്. 50 ലക്ഷം രൂപ വരെ ഉപഭോക്തൃ ജില്ലാ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്നു. 50 മുതൽ 2 കോടിയാണെങ്കിൽ അത് സംസ്ഥാനവും, 2 കോടിക്ക് മുകളിലാണെങ്കിൽ അത് ദേശീയ കമ്മീഷന്റെ അധികാര പരിധിയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. എത്രയാണത്? 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന എത്ര അംഗങ്ങളാണ് ഉണ്ടാകേണ്ടത്? നേരത്തെ പറഞ്ഞതാണ്. എത്രയാണ്? 5. മൊത്തം 7 അംഗങ്ങൾ. അതിലെന്താണ്? ഒരാൾ ആരാണ്? ചെയർമാനും അതേപോലെ ബാക്കി 6 അംഗങ്ങൾ. ഈ 6 അംഗങ്ങളിൽ ആരൊക്കെയായിരിക്കണം? 5 പേര് ന്യൂനപക്ഷ കമ്മീഷന്റെ വിഭാഗത്തിൽ നിന്ന് ഉണ്ടാവേണ്ടവരാണ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പുവരുന്നു.
18 വയസ്സിൽ താഴെ പ്രായമുള്ള ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. എന്താണ് ഇവിടെ? രണ്ട് പ്രസ്താവനയും ശരിയല്ലേ? ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ 18 വയസ്സിൽ താഴെയാണെങ്കിലാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? ആ ഒരു സുരക്ഷ നൽകുന്നത്. താഴെ പറയുന്ന വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം, മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ, കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ടവ, ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇത് രണ്ടും എന്തായാലും കിട്ടില്ല. അപ്പൊ എന്തായിരിക്കും? മന്ത്രിസഭയുടെ തീരുമാനങ്ങളാണ്. പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? വിഭാഗം 14 14. അതിന്റെയൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതിന്റെ ഓരോ വിഭാഗത്തെ പറ്റിയും എന്തൊക്കെയാണെന്ന് ആ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ CCPA പ്രാഥമിക പ്രവർത്തനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം എന്തൊക്കെയാണ്? ഉപഭോക്തൃ അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഉപഭോക്തൃ സാധനങ്ങൾ നിയന്ത്രിക്കുന്നതിന്, ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും പരസ്യ നിലവാരം നിരീക്ഷിക്കാൻ. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതെല്ലാം എന്താണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് പ്രാഥമിക പ്രവർത്തനമാണ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്തായിരിക്കണം? അവബോധം സൃഷ്ടിക്കാൻ. ഓക്കെ, അത് ഓക്കെയാണ്. സാധനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് കണ്ടോ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് തുടങ്ങിയത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നത്. ഓക്കെ. DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? ഡൊമസ്റ്റിക് വയലൻസ്, അതിന് ബന്ധപ്പെട്ട നിയമത്തിൽ ഏതാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നതെന്നാ ചോദിക്കുന്നത്. അത് ഏതാണ്? സെക്ഷൻ 3 ആണ്, വിഭാഗം 3. അതായത് മൊത്തം 5 അധ്യായങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഗാർഹിക അതിക്രമം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ പറയുന്ന ഗാർഹിക പീഡനം എന്താണെന്ന് നിർവചിക്കുന്നത്. സെക്ഷൻ 3 ആണ്. ഏത് നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ സ്ഥാപിതമായത്? ഏതാണ്? അത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 നിയമപ്രകാരമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമത്താവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? 25,000 രൂപയാണ്. അതായത് ഒരു ദിവസത്തിന് 280 രൂപ വെച്ചിട്ടാണ് പിഴ ചുമത്തുന്നത്. അങ്ങനെ മാക്സിമം എത്രയാണ്? 25,000 രൂപ വരെയാണ് ചുമത്താൻ ഇതുള്ളത്. വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത്? വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടാൻ. അപ്പൊ ഈ പറയുന്ന മുകളിൽ പറഞ്ഞവ എല്ലാം. ഓക്കെ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? അത് നമ്മുടെ രാഷ്ട്രപതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. ഈ പറയുന്ന ഈ 2 ക്വസ്റ്റ്യനും 5/2025 ആണ്. അതായത് 25 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 93 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയാണ്. പിന്നെ പറയുന്നത് എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതോ വരെയാണ്. ഏതാണോ നേരത്തെ ഉള്ളത്? 3 വർഷം ശരിയാണ്. 65 വയസ്സല്ല, 70 വയസ്സാണ്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. നമുക്ക് വേണ്ട എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. അപ്പൊ 2 ഉള്ളതെല്ലാം അങ്ങ് വെട്ടിക്കോ. ഓക്കെ. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. ഓക്കെ, ഇത് 11/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 11 ഇതാണ് 5/2025, 5/2025. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. നോക്കിക്കേ, ഈ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്ന വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നത്. നെക്സ്റ്റ്, അതായത് ഇതായിരുന്നു ആദ്യത്തെ പരീക്ഷ. അതിൽ ചോദിച്ചത് മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്നത്. അടുത്ത പരീക്ഷ വന്നപ്പോൾ ചോദിച്ചത് എന്താണ്? വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നത്. ഇവിടെ ചോദിക്കുന്ന എന്താണ്? ഇവിടെ വിവരാവകാശം ചോദിച്ചപ്പോൾ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചോദിച്ചു. ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്ന ചോദിച്ചപ്പോൾ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 2005 വിവരാവകാശ നിയമം അനുസരിച്ചാണ്
നിലവിൽ വന്നത്. അപ്പോൾ ഇത് ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് എന്താണ്? രാഷ്ട്രപതിയാണ്. ഇവിടെ ഇതും ശരിയാണ്. വിവരാവകാശ കമ്മീഷന് വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ഇവിടെ 70 വയസ്സെന്ന് പറയുന്നത് ഈ നമ്മുടെ 3 വർഷം പറയുന്നുണ്ട്. പക്ഷെ എന്താണ് കാലാവധി എന്ന് പറയുന്നതില്ലേ നമ്മുടെ കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അവർ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, 65 വയസ്സ് പൂർത്തിയായവര് അതിനുള്ളിലുള്ളവരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ 70 വയസ്സെന്നുള്ള കണ്ടീഷനോടെ തെറ്റാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? 93 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ഇത് ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ശരിയാണ്. 93 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ 1993 ഒക്ടോബർ 12 ഈ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും ഇത് ശരിയാണെന്ന്. പക്ഷെ അത് എന്താണ്? 1948 സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ഡിസംബർ 10 ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 1, 2, 4 എന്നിവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതെല്ലാം? അപ്പൊ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ ഈ 2 ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. കാര്യം അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരിക്കുന്നത്. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ആൻസർ വരേണ്ടത് 1, 2, 3 എന്നിവയാണ്. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ്. വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർത്തൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. ഇത് ശരിയാണ്. സഹോദരിക്ക് സഹോദരനെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. മകൾക്ക് അച്ഛനെതിരെ. ഇവിടെ ഇതാണ് ആൻസർ ആയിട്ട് തന്നിരുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്തതെന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? അത് 1993 ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്താണ്? അത് പറയുന്നത് പറയുന്ന 7 വർഷം മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തെയാണ് അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്ന് പറയുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴയാണ് എത്ര? 10 ലക്ഷം രൂപ വരെയാണ് പിഴ ഈടാക്കാനായിട്ട് പറ്റുന്നത്. 10 ലക്ഷം രൂപ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ട സമയപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 48. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നതാണെങ്കിൽ 48 മണിക്കൂറാണ് പറയുന്നത്. അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തേക്ക് സംബന്ധിക്കുന്നതാണെങ്കിൽ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷയാണ് ആര്? വിജയ കിഷോർ രഹത്കർ. മാറിയിട്ടുണ്ട്. വിജയ കിഷോർ രഹത്കർ. രേഖ ശർമ്മയായിരുന്നു ഇതിന്റെയൊക്കെ ആൻസർ വന്നിരുന്നത്. പുതിയ വ്യക്തി ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണെന്ത്? നമ്മുടെ ഗാർഹിക പീഡന നിയമം എന്ന് പറയുന്നത്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വിവരാവകാശ കമ്മീഷൻ കേന്ദ്രതലത്തിൽ മാത്രമാണോ? അല്ല, നമുക്കറിയാം സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമുണ്ട്, കേന്ദ്രവുമുണ്ട്. ഒന്ന് തെറ്റാണ്. ശരിയായതല്ലേ വേണ്ടത്. സോ എന്നുള്ളതെല്ലാം അങ്ങ് കട്ട് ചെയ്തു. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 2ഉം 3ഉമാണ്. കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് കമ്മീഷന്റെ അധിപൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ? തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, സൗജന്യമായി ലഭിക്കാനുള്ള അവകാശം ഒരു ഉപഭോക്താവിനില്ല, അല്ലെ? അപ്പൊ ഇത് തെറ്റാണ്. നമുക്ക് വേണ്ടത് ഉപഭോക്താവിന്റെ അവകാശങ്ങളാണ്. 2 തെറ്റാണ്. 2 ഉള്ളതെല്ലാം അങ്ങ് കട്ട് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് നോക്കാം. 1 മാത്രമാണോ 1ഉം 3ഉം മാത്രമാണോ എന്നുള്ളതാണ്. പരിഹാരം തേടാനുള്ള അവകാശം, അതും ഒരു ഉപഭോക്താവിന്റെ അവകാശമാണ്. ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷയാണെങ്കിൽ മറുപടി നൽകാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 48 മണിക്കൂറാണ്. നെക്സ്റ്റ് നോക്കാം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് കിഷോർ മക്വാന. പട്ടികജാതിയാണ് കിഷോർ മക്വാന. എങ്കിൽ പട്ടികവർഗം ST പട്ടികവർഗമാണെങ്കിൽ ആരാണ്? അത് അൻഡർ സിംഗ് ആര്യയാണ്. അൻഡർ
അണ്ടർ സിംഗ് ആര്യ. ഓക്കെ, പിന്നാക്ക വിഭാഗമാണെങ്കിലോ, പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആണെങ്കിൽ ഹൻസ് രാജ് ഗംഗാറാം അഹിർ. ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ് പിന്നോക്ക വിഭാഗം. ഇനി ന്യൂനപക്ഷമാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്തത്, പോക്സോ നിയമം 2012 നമുക്കറിയാം, പക്ഷെ പോക്സോ നിയമം ഭേദഗതി ചെയ്തത് 2019 2011 നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഏതെന്നാണ്? അതേതാണ്? ഡോക്ടർ മോഹിനി ഗിരി കമ്മിറ്റിയാണ്. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം 2005 പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ്? അത് മജിസ്ട്രേറ്റ് ആണ്, മജിസ്ട്രേറ്റ്. നെക്സ്റ്റ് നോക്കാം. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? അത് ഓപ്ഷൻ സി ആണ്. വകുപ്പ് 5(2) പ്രകാരമാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡാഷിൽ കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എത്രയാണ്? 50 ലക്ഷം രൂപ വരെയല്ലേ പറയുന്നത്. അപ്പൊ 50 ലക്ഷത്തിൽ കവിഞ്ഞില്ലെങ്കിൽ എവിടെ കൊടുക്കാൻ? നമുക്ക് ജില്ലാ കോടതിയിൽ, നമുക്ക് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നമുക്ക് പരാതി നൽകാം. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അത് ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുന്നത്? ഏതാണ്? സംരക്ഷണ ഉത്തരവ്, താമസ ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. ഇതെന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുന്നവയാണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ്? മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണം പാസാക്കി? മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം ഏതാണ്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്താണ്? 2007. ഇതാണ് നിയമം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏത് സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകാനുള്ള സമയപരിധി 48 മണിക്കൂറായിട്ട് കുറക്കാൻ കഴിയുന്നത്? ഏതാണ്? അപേക്ഷകൻ മുതിർന്ന പൗരനാണെങ്കിൽ ആണോ? അല്ല. നെക്സ്റ്റ് എന്താണ്? വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്നതാണെങ്കിൽ എന്താണ്? അത് 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഇനി പറയുന്നവയിൽ ഏതിനെയാണ് മാറ്റി സ്ഥാപിച്ചത്? ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 നിയമത്തെയാണ് 2019 മാറ്റിയത്. പൗരാവകാശ സംരക്ഷണ നിയമം 1955 ഏത് തരത്തിലുള്ള വിവേചനത്തെയാണ് സൂചിപ്പിക്കുന്നത്? 1955 ഏതാണ്? തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം 1955 ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത്? ഏതാണ്? ആർട്ടിക്കിൾ 338 ആണ്. 338A പ്രകാരമാണ് പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത്? അത് ഓപ്ഷൻ എ സെക്ഷൻ 12ഉം 15ഉം പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. 12ഉം 15ഉം പ്രകാരമാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗ്രേഡിങ്ങും മാർക്കിങ്ങും നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര നിയമനിർമ്മാണം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? അത് ഏതാണ്? അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ട് 1937. എന്താണ്? അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ട് 1937. 2024 ബാലവേലക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് സഹകരിച്ചത്? ഏതായിരിക്കും? അത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. ബാലവേലക്കെതിരെയാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണെന്ന്? സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ല. മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണറുടെ ശുപാർശയിൽ
മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണർ. അപ്പൊ ഏതാണ് ആൻസർ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, ഈ ഒരു കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. എങ്കിൽ അത് കേന്ദ്രമാണെങ്കിൽ ആരൊക്കെ വന്നേനെ? പ്രധാനമന്ത്രിയും അതേപോലെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ചേർന്ന് ആര് നിയമിക്കും? രാഷ്ട്രപതി നിയമിക്കും. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ ആരാണ്? മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരെയാണ് എന്ത് പറയുന്നത്? മുതിർന്ന പൗരൻ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ്. ഏതൊരു വ്യക്തി എന്നല്ല, ഇന്ത്യൻ പൗരന്മാർക്കാണ് ആ നിയമം ബാധകമാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരനാകാം? ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ, കേന്ദ്ര ഗവൺമെന്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ. അപ്പൊ ആൻസർ ചെയ്ത് വരും, രണ്ടു കൂട്ടർക്കും പറ്റും. ഈ പറയുന്ന രണ്ട് ഓപ്ഷൻ എയും ബിയുമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ആണ് 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന് പറയുന്നത് എന്താണെന്നാ നേരത്തെ പറഞ്ഞതാ? 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും, അല്ലെ, ആൺകുട്ടിയും പെൺകുട്ടിയും ആയിക്കോട്ടെ. അപ്പൊ ഏതൊരു വ്യക്തിയും, ഇവിടെ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ എന്ത് ഉൾപ്പെടുന്നു? ശാരീരികമോ വാക്കാലുള്ളതോ സാമ്പത്തികമായുള്ളതോ. അപ്പൊ ഏത് വരും ആൻസർ? ഓപ്ഷൻ ഡി, എയും ബിയും ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് അതിന് എപ്പോഴും ഒരു ആർട്ടിക്കിൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിൽ ഒന്നിലും നമ്മൾ ആർട്ടിക്കിൾ പറഞ്ഞില്ല. ആകെ പറഞ്ഞ ദേശീയ പട്ടികജാതി കമ്മീഷൻ 338 ആണെന്നും പട്ടികവർഗം 338A ആണെന്നോ പറഞ്ഞത്. അപ്പൊ ഇത് മാത്രമാണ് എന്ത് തന്നിരിക്കുന്നതിൽ ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്നത്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ ഏതെല്ലാമെന്നാ ചോദിച്ചിരിക്കുന്നത്? സംരക്ഷണ ഉത്തരവുണ്ട്, താമസ സൗകര്യം, നഷ്ടപരിഹാരം, കസ്റ്റഡി ഉത്തരവ്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ആണ്. ഇവയെല്ലാം എന്താണ്? മജിസ്ട്രേറ്റിന് എന്താണ് ഉത്തരവിടാൻ വേണ്ടി പറ്റുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതിയതായി ഉൾക്കൊള്ളിച്ചത് എന്തൊക്കെയാണ്? ഇ കൊമേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈൻ പരാതി നൽകാം, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാൻ പറ്റും, മധ്യസ്ഥതയിലൂടെ തർക്കപരിഹാരം. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. അതായത് ഇപ്പോ എല്ലാം ഓൺലൈൻ അല്ലേ, അപ്പൊ നമ്മൾ ഓൺലൈൻ പരാതിയായിട്ട് ഇ കൊമേഴ്സിന്റെ ബന്ധപ്പെട്ട പരാതികൾ നൽകാം, ഓൺലൈനായിട്ട് നമുക്ക് പരാതി നൽകാം. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് നിന്ന്, നമ്മൾ ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധനം മേടിച്ച് നമ്മുടെ വീട്ടിൽ വന്നപ്പോഴാണ് നമ്മളൊരു പ്രശ്നം കണ്ടത് എങ്കിൽ മേടിച്ച സ്ഥലത്ത് പോയി പരാതി കൊടുക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ എന്താണ്? നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നമുക്ക് പരാതി നൽകാനായിട്ട് പറ്റും. പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്തത് എന്താണ്? കേസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. ഇത് ശരിയാണ്. മൊഴിയെടുക്കുന്നത് കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ചായിരിക്കണം. ഒരു കാരണവശാലും കുട്ടിയെ രാത്രിയിൽ തടങ്കൽ വെക്കാൻ പാടില്ല. പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്താണ്? യൂണിഫോമിൽ ആവാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. കാര്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തതല്ലേ. നെക്സ്റ്റ് നോക്കാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അലക്സാണ്ടർ തോമസ്. ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരിയ. പോക്സോ നിയമം നിലവിൽ വന്നത് 2012, ഭേദഗതി ചെയ്തതാണ് 2019. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതൊക്കെയെന്നാ ചോദിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ്? അത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളുടെ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിന് ഇരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം നേടാനാകും? സംരക്ഷണ ഉത്തരവ്, പണം, ആശ്വാസം, താമസ ഉത്തരവ്, ഇതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ്? മുകളിൽ പറഞ്ഞവ എല്ലാമാണ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലഭിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എത്രയാണ്? 1 വർഷവും 20,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയാണ് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണുള്ളത്? 1+5 എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എത്രയാണ്? 6 അംഗങ്ങളാണ്.
വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ ഒരു അപാകതയുണ്ടായിരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാന സർക്കാരിനും, കേന്ദ്ര വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ആണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനുമാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? ആരെയാണ് അത്? സ്ഥാപന മേധാവി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ? ഇവരിൽ ആരുമല്ല. സ്ഥാപന മേധാവിനെയൊന്നും അല്ല. ശരിക്കും ആരെയാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ സമീപിച്ചാൽ മാത്രമേ അവിടെ നിന്ന് നമുക്ക് വിവരം ലഭിക്കുകയുള്ളൂ. 2012 പോക്സോ നിയമം ആർക്ക് ബാധകമാണ്? ഇന്ത്യ മുഴുവൻ, ജമ്മു കാശ്മീർ ഒഴികെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മാത്രം. ഇവരിൽ ആരുമല്ല, ഇന്ത്യ മുഴുവൻ അത് ബാധകമാണ്. ഓക്കെ, സംസ്ഥാനങ്ങൾ മാത്രമല്ല, കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇന്ത്യ മുഴുവനാണ് അത് ബാധകമായിട്ടുള്ളത്. നെക്സ്റ്റ് ആണ്, കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? എപ്പോഴാണ്? റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന്റെ വേണ്ടി നിലനിൽക്കുന്നത്? ആരാണ് അത്? യുനിസെഫ് ആണ്. യുനിസെഫ്. ഗാർഹിക പീഡന നിയമം 2005. ഗാർഹിക പീഡനം എന്നാൽ സാമ്പത്തിക ദുരുപയോഗം, ശാരീരികമായി ബുദ്ധിമുട്ടിപ്പിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിപ്പിക്കുക. അപ്പൊ ഏതൊക്കെയാണ്? ഓപ്ഷൻ എയും ബിയും സിയുമാണ്. ശാരീരിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നോക്കാം. ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്? 1989 ഒന്ന് പഠിച്ചു വെക്കണം. പട്ടികജാതി പട്ടികവർഗ അതിക്രമ തടയൽ നിയമം നിലവിൽ വന്നത് 1989. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ല? തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉറപ്പ് നൽകുന്നുണ്ട്. കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ചൂഷണത്തിനുള്ള അവകാശമാണ്. അത് നമുക്കറിയാം. ചൂഷണത്തിനെതിരായ അവകാശം നമ്മുടെ മൗലിക അവകാശങ്ങളിലാണ് വരുന്നത്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്ന ഏതിലാണ്? 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പിലാണ്. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിനെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. അപ്പൊ എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം ആ അവകാശത്തിൽ ഉൾപ്പെടുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. എത്ര ദിവസത്തിനുള്ളിലാണ് ആ തെളിവുകളൊക്കെ രേഖപ്പെടുത്തേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 30 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും ആരാണ്? കുട്ടിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷ, നമുക്ക് 2024 പഠിക്കേണ്ട, ഇപ്പോൾ ആരാണ്? വിജയ കിഷോർ രേദ്കർ ആണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. അപ്പൊ ഇനിയുണ്ട്, ഇതിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏകദേശം ഒരു 100 ബാക്കിൽ നിന്നാണ് ഞാൻ എടുത്തെടുത്ത് വന്നത്. അപ്പൊ ഏകദേശം ഒരു 109 വരെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ഇനിയും ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നല്ല രീതിക്ക് പഠിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു കമന്റ് ഇടാനെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിലേ എനിക്ക് ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്